ഏറ്റവും വിലപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിച്ച സംതൃപ്തിയിലാണ് കേരളത്തിലെ വോട്ടർമാരൊക്കെ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാർ തികച്ചും ബോധവാന്മാരാണ് എന്നാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിലുള്ള വലിയ ക്യൂകൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ജനങ്ങൾ തീരുമാനമെടുത്ത് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഭരണകൂടത്തിനെതിരെ, കേരളം ഭരിക്കുന്നവർക്കെതിരെ വിധി എഴുതാൻ അവരെ പ്രാപ്തമാക്കിയത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ UDF-ന് ഏറ്റവും അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പായി മാറും. 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. തീർച്ചയായും ഈ ഭരണത്തിൻ്റെ ഗതികേടുകൾ, ഈ ഭരണം കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ അവർ നേരിട്ട ഒരുപാട് കടുത്ത അവസ്ഥകൾ ഈ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുമെന്നത് ഉറപ്പാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഉത്ബുദ്ധരാണല്ലോ. അവർക്കറിയാം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട രീതി അവർ ചിന്തിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറി എന്നത് താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരം കൂടി വോട്ടർമാർക്ക് കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചൂണ്ടുപലകയാണ് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം SIR-ൻ്റെ തീക്ഷ്ണമായ ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതിലുള്ളൊരു ജാഗ്രത കൂടി ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. ഇതൊക്കെ വോട്ടർമാരെ നന്നായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതൊക്കെ LDF-നും BJP-ക്കും എതിരായ ജനവികാരം വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാണോ തദ്ദേശ സ്ഥാപനങ്ങൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറിയതും ഭരിക്കുന്നത് UDF-ആണ്. ആ UDF-ൻ്റെ വികസന കാലത്തുണ്ടായ നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങളോടൊപ്പം നിന്ന കാര്യങ്ങൾ ഒക്കെ നന്നായി ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ഇടതുപക്ഷ ഭരണകൂടം കാണിച്ച നീചമായ ശ്രമങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ UDF നന്നായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ബാധിക്കുക ഇത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പല്ലേ, മറ്റു കാര്യങ്ങളൊന്നും ഇതിലേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല. ഒന്നെങ്കിൽ തന്നെ സമസ്യയൊക്കെ അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കൂടെ തന്നെയാണ്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.